പുതിയ ടയറ്. അപ്പോൾ ഇന്ന് നമ്മൾ ചുമ്മാ പണിയല്ല, ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ്, വർക്കൊക്കെ കഴിഞ്ഞ് ചുമ്മാ റൈഡ് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. ഇവിടെ അടുത്തൊരു സ്ഥലത്താണ് ഗ്രേ മൗണ്ടൻ. വേറെ ഒന്നും ഞാൻ സെറ്റ് ചെയ്തില്ല, പണി കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഡ്രോണില്ല, വേറെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഗോപ്രോ മാത്രം എടുത്ത് ഹെൽമെറ്റ് വെച്ച് ഒരു ബാറ്ററി എടുത്തിട്ട് ഗോപ്രോ സെറ്റാക്കി ഇങ്ങ് പോന്നു. നമ്മുടെ ബഡി നിൽക്കുന്നു. പോലേ കുറേ നേരം പോസ്റ്റായോ? ഓ, ടയർ കണ്ടിട്ട് കൊതിയാണ്. ടയർ കണ്ടിട്ട് കൊതിയാണ്. ഒത്തിരി ഓവറായി പോയി ഈ വണ്ടിക്ക്. ഇവിടെ അടുത്ത ആളെത്തിയിട്ടുണ്ട്. പോവല്ലേ, മുന്നേ പോയിക്കോ. അപ്പോൾ ഇന്ന് പോകുന്ന ഒരു കുന്ന് കയറാൻ കേട്ടോ. അങ്ങ് ദൂരെ കാണുന്ന മലയാണ്, ആ മലേൻ്റെ മുകളിലേക്കാണ് പോക്ക്. ഗ്രേ മൗണ്ടൈനിലേക്കുള്ള ബൈക്കേഴ്സ് പോകുന്നു. ഒരു ദിവസം കൂടെ പോകണമെന്ന് വിചാരിച്ചിട്ട് സമയം ഒത്ത് കിട്ടുന്നില്ല. ഐ മീൻ മൗണ്ടൻ ബൈക്ക് ചെയ്യാൻ കേട്ടോ. മൗണ്ടൻ ബൈക്ക് ചെയ്യാൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഹാഫ് ഡേ വേണം അതിന്. ബൈക്ക് എടുത്ത് വരണം, അത് കയറണം. ഒരു ദിവസം പോവാം. നല്ല ഗ്രാവലാണ്. എൻ്റെ ടയറാണ് ഓൾമോസ്റ്റ് തീർന്നു. മൊട്ട ടയറും കൊണ്ട് ഗ്രാവൽ റോഡിൽ കൂടെയുള്ള പോക്കാം. എന്താവും എന്തോ. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ട്രെയിൽ കുറച്ചും കൂടി ടെക്നിക്കലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ മുന്നേ പോയിട്ടുള്ളൂ അവിടെ. അതും SUV എടുത്താണ് പോയത്. ബൈക്ക് എടുത്ത് വരെ പോയിട്ടില്ല. ബൈക്ക് എടുത്ത് പോയിട്ടുണ്ട് ഗ്രേ മൗണ്ടൻ്റെ മുകളിൽ, പക്ഷേ അത് ട്രെയിലിൽ കൂടെയാണ്, മൗണ്ടൻ ബൈക്കിംഗ് ട്രെയിലിൽ കൂടെയാണ്, ഇതിലേ പോയിട്ടില്ല. ഈ വൈറ്റ് ഹോഴ്സിൽ എന്തോരം ആൾ കൂടി എന്നറിയാം. ടൂറിസ്റ്റുകൾ കൂടി, പുറത്തുനിന്നുള്ള വേറെ പ്രൊവിൻസുകളിൽ നിന്നുള്ള വണ്ടി, US നിന്നുള്ള വണ്ടികളൊക്കെ കൂടി വരും. ഞാനിവിടെ വന്ന സമയത്തൊക്കെ ഇതിലൊന്നും അധികാരം വണ്ടികളൊന്നും വേറെ ഇങ്ങനെ കാണത്തൊന്നുമില്ലായിരുന്നു. ഒരു 5 വർഷം മുന്നേ തീരെ തിരക്കില്ലായിരുന്നു റോഡുകളിലൊന്നും. അധികാരം അറിയപ്പെടാത്തൊരു സ്ഥലമായിരുന്നു തോന്നുന്നു. എനിക്കറിയത്തില്ല എന്തായാലും കാരണം. ഇവഞ്ച്വലി ഓരോ വർഷം കഴിയുന്തോറും തിരക്ക് കൂടി വരും. നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ വന്ന് കൂടുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഈ കാണുന്ന ആളുകൾ ഇന്ത്യക്കാരല്ല കേട്ടോ. ഈ പുറത്തുനിന്ന് ട്രാവൽ ചെയ്യാൻ വരുന്നവരൊക്കെ തന്നെ ഒത്തിരി കൂടും. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഹൈവേ കൂടെ തന്നെയാണെങ്കിലും മോട്ടോർ സൈക്കിളും കൊണ്ട് തന്നെ ഡംസ്റ്റർ ഹൈവേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഐ മീൻ ആർട്ടിക് സർക്കിളിലേക്ക് പോകാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. ഒത്തിരി ബൈക്കേഴ്സിനെ കാണാം, ഒത്തിരി പോസ്റ്റുകൾ കാണാം, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ കാണാം. ഒത്തിരി പേര് ആർട്ടിക് സർക്കിളിലേക്കൊക്കെ പോകുന്നുണ്ട്. അവരെനിക്ക് നല്ലതാണ്. ഭയങ്കര റിസ്ക് ആയിരുന്നു പണ്ടൊക്കെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ടെടുത്തോളം. പക്ഷേ ഇപ്പം പെട്ടെന്ന് അടുത്ത ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് ഓരോ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ അത് എന്താ പറയുക, അറിയാനൊക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ അധികം ആളുകൾ ഗ്രൂപ്പായിട്ടാണ് പോവുക. പിന്നെ എനിക്ക് തോന്നുന്നു ചില പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നവരും ഉണ്ട്, ആക്സിഡൻ്റ് ആയവരും ഉണ്ട്. അങ്ങനെ ഇവിടെ നല്ല വ്യൂ ആട്ടോ. ഇവിടെ സൺസെറ്റിൻ്റെ സമയത്ത് നല്ല വ്യൂ ആണ് ഇവിടെ. ഈ മരങ്ങളൊക്കെ വലുതായിട്ടോ. ഇനിയിപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റുമെന്നുള്ള കാര്യം സംശയം. റോഡ് ചെറുതായി വരുവാണ്. ഞാൻ ഗോപ്രോൻ്റെ വയറേ ഞാൻ ഒട്ടിച്ച് വെച്ച് ചാടിപ്പോയി, ചെവിയിലിങ്ങനെ ഇക്കിളിയാക്കുന്നു. അതൊന്ന് റെഡിയാക്കട്ടെ. പോയിക്കോ ബ്രോ, പോയിക്കോ, മുന്നേ പോയിക്കോ, ഞാൻ വന്നോളൂ. പൊക്കോ
എണീറ്റ് നിൽക്കുമ്പോൾ കേട്ടോ എൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, സ്മൂത്താകുന്നത്. ഉരുളം കല്ലാണല്ലോ. ചുണ്ടിൻ്റെ മേലെ കൂടിയൊക്കെ ആവും. ദൈവമേ. ഈ മഴയത്തൊരു ദിവസം റൈഡ് ചെയ്യണമെന്നുണ്ട്, ഭയങ്കര ആഗ്രഹമായിട്ടുണ്ട്. നാട്ടിലെ മഴ മിസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അറിയത്തില്ല. ഇവിടെ മഴയുണ്ട്, പക്ഷേ നാട്ടിലെ പോലെ തന്നെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള മഴയില്ല. ഒരു കണക്കിന് നല്ലതാട്ടോ, കാരണം നമുക്കങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടില്ല. മഴ ഒത്തിരി നനഞ്ഞ് എന്താ പറയുക, ഭയങ്കര ഹെവി ആയിട്ടുള്ള തുള്ളികളൊന്നും വീഴത്തില്ല. ചാറ്റ മഴ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. മഴയത്തൊരു റൈഡ് പോകാനൊരു ആഗ്രഹം. ഇനി അടുത്ത ദിവസം നമുക്ക് മഴയുള്ളൊരു ദിവസം പിടിക്കാം, ഫണ്ണായിരിക്കും. അളിയൻ പോകുന്നുണ്ടോ? അളിയന് ഇതിനു മുന്നേ ഓഫ് റോഡ് ചെയ്ത് പരിചയമൊന്നുമില്ല. അളിയൻ ബിഗിനറാണ്. ആള് പുലിയാട്ടോ, ഒരു പേടിയുമില്ല, എല്ലായിടത്തും കൂടി പോകണം. എങ്ങോട്ട് പോകണമെന്ന് പുള്ളിയാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് ഓടിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാമറേൻ്റെ ആംഗിളും ഇങ്ങനെ ബൈക്കിൽ പോകുന്ന പോലെ തോന്നത്തില്ല. നിങ്ങൾക്ക് ആ ബൈക്കിൽ പോകുന്ന ഫീൽ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യട്ടോ. എൻ്റെ കുണ്ടി പപ്പടാവും എനിക്ക്. എന്താ പറ്റി? ഇല്ല. ഓ ഫ്ലാറ്റായി, ഫ്ലാറ്റായല്ലോ. അതെങ്ങനെ ഫ്ലാറ്റായി? അയ്യോ, അതാ പുതിയ ടയറ് അപ്പം തന്നെ അക്രമം കാണിച്ചു കളഞ്ഞല്ലത്. ഇത് എവിടുന്ന് കിട്ടിയതാ? അഴിക്കാലോ അല്ലേ, പഞ്ചറൊട്ടിക്കണം. അതിന് അതിനകത്ത് കിടന്ന് കീറണ്ടെന്ന് വിചാരിച്ചിട്ടാ, കാരണം റൊട്ടേറ്റ് ചെയ്തല്ലേ. അയ്യോടാ, ഇവിടുന്ന് തന്നെ കിട്ടിയതായിരിക്കും അല്ലേ?
ഇത് ബ്രോന് ട്രക്ക് എടുത്തോണ്ട് വരണം, അതിൽ കയറ്റാൻ പറ്റുമോ? ഞാൻ പോയിട്ടെങ്ങ ആണോ? അല്ല എൻ്റെ വാനും എടുത്ത പോലെ വാനിനകത്ത് കയറൂലേ? എന്നാൽ ഞാൻ പോയിട്ട് വാൻ എടുത്തിട്ടുണ്ടോ? അതല്ലേ എളുപ്പം? ഇല്ലില്ല, അത് സാറില്ല. അത് സാറില്ല. എന്തിനാ ഞാൻ വാൻ എടുത്തരാം. പൊക്കാൻ പറ്റൂലേ നമുക്ക്? 3 ആൾ വിചാരിച്ച പൊങ്ങൂലേ വണ്ടി? ആ ഞാൻ പറഞ്ഞേ ഇതാണ് കറക്റ്റ് ടൈമിങ്. നിങ്ങൾ പോയി കയറിയേച്ചും വാ, കയറി ഏകദേശം ഫോട്ടോ ഒക്കെ എടുത്ത് പതുക്കെ സമാധാനം അറിയാം. അപ്പോഴേക്കും ഞാൻ നൈറ്റ് പതുക്കെ അടിയിലെത്തിക്കൊള്ളാം. അടിയിലെത്തണ്ട, പാർക്കിംഗ് വരെ എത്തിയാൽ മതി. അവിടെ എത്തി, അവിടെ നിന്നോ. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെന്നിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് കയറ്റിക്കൊണ്ട് പോവാം. വാന് മതിയോ ട്രക്ക് വേണം? എന്താ വേണ്ടത്? ട്രക്ക് ആണെങ്കിൽ ബ്രോൻ്റെ ട്രക്ക് എടുത്തിട്ട് വരേണ്ടി വരും. അല്ലെ വാൻ എടുക്കണമെങ്കിൽ എൻ്റെ വാൻ ഇവിടെ ഡൗൺ ആണ്. പക്ഷേ എനിക്ക് താക്കോല് വീട്ടിൽ പോയി എടുക്കണം. ഏതാ നല്ല പ്ലാൻ തോന്നുന്നത്? ഏതാ വണ്ടി വെക്കാൻ ഏതായിരിക്കും നല്ല? സ്ട്രാപ്പ് ചെയ്യാൻ പറ്റും ആയിരിക്കും. ഞാൻ എടുത്തോണ്ട് വരാം. എന്താ ഇന്നാളെ പോണോ? പിന്നെ പോവാ, നമുക്ക് ഒരുമിച്ച് തന്നെ പോവാ. ആ വേണ്ട, ആ അതാ എത്രയല്ലേ ഉള്ളൂ കേസ്, അത് സാരമില്ല. ആ ഞാൻ എന്നാ പോയി എന്നറിയാൻ വാൻ എടുത്ത് തരാം. ആ അതന്നെ പിന്നെ ഒരുമിച്ച് പോലോ, അത് മോശമല്ലേ? നിങ്ങൾ ഒറ്റയ്ക്കാക്കി പോകുന്ന ഇങ്ങനെ കരടി പിടിച്ചാൽ എന്ത് ചെയ്യും? പെമ്പർനോത്തി ചോദിക്കൂലേ നിങ്ങൾ ഒരുമിച്ച് പോയല്ലേ ചെങ്ങാനെ കൊണ്ട് കരടി കിട്ടു കൊടുത്തില്ലേ ചോദിക്കൂലേ? സാറല്ല ഇനിയും പോവാല്ലോ, ഇതിവിടെ അടുത്തല്ലേ, പ്രശ്നമില്ല. മാത്രമല്ല ഞാൻ ഡ്രോൺ എടുത്തില്ല, ഒരു സാധനം എടുത്തില്ല. അവൻ തിരക്കായതുകൊണ്ട് ചാർജ് ചെയ്യാനൊന്നും മെനക്കെടാൻ നേരം കിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഡ്രോണും ഇൻസ്റ്റയൊക്കെ എടുത്ത് ഇറങ്ങാം. അതെ അതെ. കീ വേണം കേട്ടോ, കീ വേണം വണ്ടി ഇതിൻ്റെ. എത്ര സ്ട്രാപ്പ്? 2 മതിയാവോ? ഓക്കെ പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ റൈഡ് ഞങ്ങൾ തൽക്കാലം ക്യാൻസൽ ചെയ്ത്. നമ്മുടെ ബഡീൻ്റെ ടയർ പഞ്ചറായിപ്പോയി, അതുകൊണ്ട് പിന്നെ ഒരു ദിവസം വരാം. വാനൊന്ന് തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവരോട് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താഴോട്ടിൽ ഒരുപാട് ദൂരം ഉന്തണ്ടേ, അപ്പോൾ ആ ഒരു സൗകര്യമുള്ള വീതിയുള്ളൊരു സ്ഥലത്തെത്തുമ്പോൾ അവർ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ വരെ ഞാൻ വാന് കൊണ്ടുപോയി അവിടുന്ന് വാനിനകത്ത് കയറ്റാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ വാനിനകത്ത് കയറ്റിയിട്ട് ബൈക്ക് തിരിച്ചാലും എൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം. ഇതൊക്കെ സംഭവിക്കും, ആണ് ഓഫ് റോഡ് ചെയ്യുമുള്ള ഗുണം. അങ്ങനെ ഇന്നത്തെ പ്ലാൻ നമുക്ക് വേറൊരു ദിവസം പിടിക്കാം. വേറൊരു ദിവസം നമുക്ക് ഗ്രാമൗണ്ടും പിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. പള്ളിക്കുട്ട അപ്പോൾ നല്ല അടുത്ത് നമ്മൾ വാനിലേക്ക് കയറാൻ പോവാം.
വാനെടുത്ത് അലൻ്റെ അടുത്തേക്ക് പോട്ടോ. അവർ താഴോട്ട് വണ്ടി തള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വണ്ടി തിരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നിർത്തിക്കാൻ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വാനും കൊണ്ട് ഓഫ് റോഡ് ചെയ്യാം. ഓക്കേ. ബൈക്കും കൊണ്ട് ഓഫ് റോഡ് ചെയ്യാനായിട്ട് ബൈക്കും കൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ എളുപ്പട്ടോ വാനിനേക്കാളും. ഇതെന്ത് കുലുക്കോയത്? അല്ല അവിടെ ഹൈറ്റ് കൂടുതലല്ലേ ഇപ്പൊ. എനിക്ക് മനസ്സിലായി. കുറച്ച് ബാക്ക് എടുത്ത് റെഡി ആവും. ബാക്ക് എടുത്തു നോക്കാം. അപ്പോൾ ചെറിയ വ്യത്യാസം ഞാൻ തുറന്നു തന്നെ പറ്റും. നല്ല ബാക്ക് നിങ്ങൾ പറ. ആ മെച്ചമുണ്ട് മെച്ചമുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഞാൻ കേറിയിട്ട് പിടിച്ചു നോക്കാം. നിങ്ങൾ ഇവിടെ ആയിക്കോട്ടെ. ഞാൻ നല്ല ടയറാന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാനിപ്പോ ആലോചിച്ചിട്ടുണ്ട്. അല്ല ഞാനങ്ങനെ പലതും നല്ലാന്ന് പറയുന്നത് അങ്ങനെ പിടിക്കും. എന്റെ കരുനാക്കൊന്നല്ല. ഇത് കൊള്ളൂലേ ഇതിനകത്ത് ഹൈറ്റ്? ഹൈറ്റാണ് എനിക്കൊരു സംശയം. ഹൈറ്റ് കൊള്ളൂ. കൊള്ളൂലേ? സ്റ്റാൻഡിൽ നിന്ന് പോയിട്ട് ബാക്ക് അങ്ങോട്ടേക്ക് വലിച്ച് സ്ട്രാപ്പ് ചെയ്യണം. ഇങ്ങനെ അങ്ങോട്ട് ലോഡ് ഇങ്ങനെ ലോഡാക്കി നിർത്തണം. സ്റ്റാൻഡിൽ നിന്ന് പോരുത്. ഇങ്ങോട്ട് വലിയ വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ നിന്ന് പോലും. സ്റ്റാൻഡ് വെച്ചാണ് വെക്കുന്നത്. നടുക്ക് ബാലൻസ് ചെയ്ത് നിർത്തുവാണ്, വലിച്ചു നിർത്തുവാണ്. എന്താ ചെയ്യുന്നത്? കണ്ണിന് പറ്റിയ ആളിന്റെ പ്രാണിയും കണ്ടുവരുത് എപ്പോഴോ ഇപ്പൊ കരുതുള്ളൂ. പുള്ളി എന്റെ നാക്കൊന്ന് കാണിക്കണ്ടാവും. ഇത് ഭയങ്കര അത്യാവശ്യമുള്ള സാധനം. അയ്യോ ഇതിന്റെ ഹെൽപ്പ് നമുക്ക് പറയാനില്ല. എത്രയൊക്കെ മുത്തി കിട്ടിയാലും ഇതിന്റെ ഒരു ബലം പറ്റില്ല. ഇല്ല വലിച്ചോ കഴിച്ചോ. എവിടെ എങ്ങോട്ടാ കിട്ടുന്നതെന്ന് പറയാം. ഇങ്ങോട്ടൊപ്പം കിട്ടുന്നതായിരിക്കും. ഇതിന്മേ കൊളുത്തിട്ടേ ഇങ്ങനെ കൊളുത്തിക്കോ. കൊള്ളാം. ഇതെന്തിനൊക്കെ പറയുന്നറിയാം? ക്വാഡ് സ്റ്റെൽത്ത് മോഡ്. യെസ്, ഹെൽമെറ്റും ജാക്കറ്റൊക്കെ എടുത്തു. ഞാൻ നിങ്ങളെ പുറകെ എങ്ങ് വരാം. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നോളാം. കുഴപ്പമില്ല. ബൈക്ക് എടുത്ത്. ഓക്കെ, അപ്പൊ വണ്ടി ഇറക്കല്ലേ? വണ്ടി ഇറക്കാം. അടുത്ത പ്രാവശ്യം ബ്രോയ്ക്ക് പണി വരുന്നുണ്ട്. എന്ത് പണിയാണ് ചെയ്തത്? ഓക്കെ. എന്നാലും ഇവിടെ അയച്ചുകൊണ്ടോ അല്ലെ ബ്രോ? ആദ്യം വീട്ടിലേക്ക് വരുന്നുണ്ടോ? വാഷ് ചെയ്ത് വെക്കാം. ഇല്ല, ഞാൻ പോയേക്കാം. സമയം ലേറ്റ് ആയി. ഇനിയിപ്പോ നാളെ പണിക്കോ. ഞാൻ പോയിട്ട് എന്നാലേ. ഓക്കെ ബ്രോ. ഓക്കെ, അപ്പൊ ശരി.